സംസ്ഥാനമാകെ പരിശോധന വ്യാപകമാക്കിയിട്ടും അർജുൻ ആയങ്കിയെ പിടികൂടാനാവാതെ പോലീസിനെ വട്ടം കറക്കുന്ന അർജുൻ സമൂഹമാധ്യമങ്ങളിൽ പ്രൊഫൈലുകളിലൂടെ സജീവമാണ്. ഒളിവിരിക്കെ വരുന്ന പോസ്റ്റുകൾ മറ്റാരോ ഇടുന്നതെന്നാണ് പോലീസിന്റെ സംശയം. അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ള 5 പേരെ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ അർജുൻ ആയങ്കിക്കെതിരെ ആലുവ സൈബർ പോലീസ് കേസുമെടുത്തു. സംസ്ഥാനത്താകെ അർജുൻ ആയങ്കിക്കെതിരെ 23 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആയങ്കി എടപ്പാളിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അർജുൻ ആയങ്കിയെ ന്യായീകരിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പിടിക്കേണ്ട സമയത്ത് പിടിക്കുമെന്നായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. ഈ സൈബർ ഇടങ്ങളിൽ വല്ലാതെ CPM-കാർക്ക് വേദനയാണല്ലോ ആയങ്കിയെ പിടിക്കാൻ പോലീസ് പോകുന്ന കാര്യത്തിൽ. പിടിക്കേണ്ടവരൊക്കെ സമയത്ത് പിടിക്കും. എത്ര കാലം മുങ്ങി അടക്കാൻ പറ്റും? ഈ പിടിക്കേണ്ടവരെ പിടിക്കും, അതിന് സംശയവും വേണ്ട. മടിയൊന്നുമില്ല, ഒരു മടിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, തുമ്പയിൽ നിന്നും തമ്പാലിൽ നിന്നുമാണ് ഈ ആയങ്കിയുമായി ബന്ധപ്പെട്ട 5 പേർ പിടിയിലായത്. ഇന്നലെ രാത്രി മനസ്സിലാക്കേണ്ടത് വ്യാപകമായ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയാണ് ഇയാളുടെ രീതി. എന്താണിപ്പോൾ ഉന്നത പോലീസ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? രഞ്ജിത്ത്, രാജ്യത്തെ ഏറ്റവും സമർത്ഥനായ പോലീസ് സേനയെന്ന് അഭിമാനത്തോടെ കേരളം ഒന്നടങ്കം പറയുന്നതാണ് കേരള പോലീസ് സേന. ആ സേനയ്ക്ക് അപമാനം വരുത്തിയാണ് ഇങ്ങനൊരു ക്രിമിനൽ പോലീസിനെ വട്ടം ചുറ്റിക്കുന്നത്. ഓരോ മണിക്കൂറുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങൾ വരുന്നു. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വെല്ലുവിളി തുടർന്ന് അർജുൻ ആയങ്കി നാടു ചുറ്റുമ്പോൾ അയാൾ എവിടെയെന്നറിയാതെ അക്ഷരാർത്ഥത്തിൽ ഇട്ടുതപ്പുകയാണ് പോലീസ്. അടുത്തെത്തി അവസാന നിമിഷം പിടികിട്ടാതെ പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർജുൻ ആയങ്കിയുടെ നീക്കങ്ങൾ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വട്ടം കറക്കുകയാണ്, വട്ടം ചുറ്റിക്കുകയാണ്. എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അയാൾക്ക് വേണ്ടി തൃശ്ശൂരിൽ വരവിരിക്കുമ്പോൾ തന്നെയായിരുന്നു അയാൾ പാലിയേക്കര ടോൾ പ്ലാസ കടന്ന് മുന്നോട്ട് പോയത്. ഇന്ന് എടപ്പാളിൽ അയാളെ കണ്ടു എന്ന് പറയുന്നു. ഇനി ഒരേ ഒരു വഴി പോലീസ് മുന്നിലുള്ളത് ഇയാളുമായി ബന്ധമുള്ള ആളുകളിലേക്ക് അന്വേഷണം പോവുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു പോലീസ്. ഇത് തിരുവനന്തപുരത്ത് 5 പേരെയാണ് രണ്ടിടത്ത് തുമ്പയിൽ നിന്നും തമ്പാനൂരിൽ നിന്നുമായി പോലീസ് കസ്റ്റഡി എടുത്തത്. ഇയാളുടെ ബന്ധമുള്ള ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഇയാളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മറിച്ചൊരു വാദം കൂടിയുണ്ട്. ഇയാളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഷെയർ ചെയ്ത ആളുകളെ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്ന വാദവും മറുവശത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും അർജുൻ ആയങ്കി നേരത്തെ തിരുവനന്തപുരത്ത് വന്നിരുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തൊരു സുഹൃത്തിനെ വീട്ടിൽ വെച്ച് അയാളെ മാസങ്ങൾക്ക് മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് തിരുവനന്തപുരത്തും ബന്ധങ്ങളുണ്ട്. അത് അന്വേഷിച്ച് പോലീസ് തിരുവനന്തപുരത്തും വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ എവിടെയാണെന്ന് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അർജുൻ ആയങ്കി തൊട്ടു പിന്നാലെ ഉണ്ട്, ഉടൻ അറസ്റ്റാകുമെന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഒരു ക്രിമിനലും സംസ്ഥാന പോലീസിനെ, കേരള പോലീസ് സേനയെ വട്ടം ചുറ്റിച്ച് നാണം കെടുത്തി ആഭ്യന്തരമന്ത്രിയെ പോലും പരസ്യമായി വെല്ലുവിളിച്ച് വിലസിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും അതാണ്. അർജുൻ ആയങ്കി വെല്ലുവിളിക്കുന്നു, അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.